ഒരു കാലത്ത് മലയാള സിനിമയെ പോറ്റിക്കൊണ്ടിരുന്നവർ അല്ലെങ്കിൽ മലയാള സിനിമയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഈ കോമഡി താരങ്ങൾ തന്നെയാണ്. ഹാസ്യ കഥാപാത്രങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് എത്തിയ ഹരിശ്രീ അശോകനും മാമുക്കോയും സലിം കുമാറും ഗിന്നസ് പക്രുവും കൊച്ചിൻ ഹനീഫയും ഒക്കെ തന്നെയാണ് മലയാള സിനിമയെ നിലനിർത്തിയവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ദിലീപ്. ഒരു ഹാസ്യ കലാകാരനായി മിമിക്രിക്കാരനായി ദിലീപ് എത്തിയെങ്കിലും പിന്നീട് മെഗാ സ്റ്റാർ ലെവൽ വരെ ഒരു ജനപ്രിയ നായകനായി വരുത്തിയ ആളാണ് ദിലീപ്. എന്നിട്ട് മണ്ണ വഴി മറക്കാത്ത ആളാണ് ദിലീപ്. പലപ്പോഴും എല്ലാവരുടെയും കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ദിലീപ്. അതുപോലെ തന്നെ പല കലാകാരന്മാരോടും ദിലീപിന് സിനിമയ്ക്കകത്തും പുറത്തും വലിയ സ്നേഹവും സ്വാധീനവുമാണുള്ളത്. വ്യക്തിജീവിതത്തിലുമൊക്കെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ദിലീപും സലീം കുമാറും. സലീം കുമാറിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് കണ്ണീരോടെ ഓടിയെത്തുകയായിരുന്നു ദിലീപും കാവ്യ മാധവനും. ഇരുവരും ഒന്നിച്ച് പല സിനിമകളിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ദിലീപ് വലിയ പ്രതിസന്ധിയിലായ സമയത്തും പിന്തുണച്ച് കൂടെ നിന്നവരിൽ പ്രധാനി സലിം കുമാർ ആയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് നടൻ എത്തിയത്. ഇതിന്റെ പേരിൽ സലിം കുമാർ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞ നിലപാടിൽ നിന്നും ഒരിക്കലും മാറാതെ മരണം വരെ ഉറച്ചു നിൽക്കുകയായിരുന്നു സലിം കുമാർ. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മക്കളെ പിടിച്ചാണ് സത്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദിലീപ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ലെന്നാണ് പറഞ്ഞത്. വിധി നടപ്പിലാക്കേണ്ടത് നമ്മളോ മാധ്യമങ്ങളോ അല്ല, കോടതിയാണ്. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൽ എനിക്ക് കുഴപ്പവുമില്ല. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ തെറ്റാണെന്നോ ശരിയാണെന്നോ പറഞ്ഞിട്ടില്ല. അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലോ? കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. ഇനി അഥവാ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി നമ്മളത് തീർക്കുമെന്നാണ് അന്ന് സലിം കുമാർ ചോദിച്ചത്. ഞാൻ ഇതിനെപ്പറ്റി ദിലീപിനോട് ചോദിച്ചിരുന്നു. തെറ്റുകാരനല്ലെന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് പുള്ളി പറഞ്ഞത്. നീ അത് ചെയ്തിട്ടുണ്ടോ? സത്യം പറയാൻ പറഞ്ഞപ്പോൾ മക്കളെ പിടിച്ചാണ് ദിലീപ് സത്യം ചെയ്തത്. ചെയ്തിട്ടില്ലെന്നു തന്നെ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യന് അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റില്ല. ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അതെന്റെ വിശ്വാസം കൂടിയാണ്. അത് ചിലപ്പോൾ ശരിയാവാം, അതല്ലെങ്കിൽ തെറ്റുമായിരിക്കാം. എന്തായാലും കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന കാര്യമാണല്ലോ എന്നും സലീം കുമാർ പറഞ്ഞിരുന്നു. സിനിമയിലേക്ക് മടങ്ങി വരണം എന്ന് അതിയായി ആഗ്രഹിച്ച ആളുകൂടിയാണ് സലീം കുമാർ. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സിനിമയിലേക്ക് എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു സലീം കുമാർ മടങ്ങിയെത്തണമെന്ന്. പല താരങ്ങളും ദിലീപിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ദിലീപിലൂടെയാണ് മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയത്. അവരുടെയൊക്കെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ താങ്ങായി നിന്നത് ദിലീപ് തന്നെയാണ്. ഇപ്പോൾ തന്റെ ഒപ്പമുണ്ടായിരുന്ന തന്റെ ജ്യേഷ്ഠനെ പോലെ കൂട്ടുകാരനെ പോലെയൊക്കെ ഒപ്പം നിന്ന ആളുടെ മരണത്തിൽ ദിലീപും നെഞ്ചു തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. കുറെ നാളുകളായി അസുഖബാധിതനായിരുന്ന സലീം കുമാറിന്റെ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഈ വാർത്ത എല്ലാവരെയും കേരളക്കരയെ ഒന്നാകെ കരയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നും ഒരു സമയത്ത് നമ്മളെ എല്ലാവരെയും കുടുകുടെ ചിരിപ്പിച്ച മഹാപ്രതിഭ ഇന്ന് നമ്മളെ എല്ലാവരെയും കരയിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുടുംബത്തിന്റെ അവസ്ഥയും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകപ്പെടുന്നുണ്ട്. സലിം കുമാർ എന്ന മഹാനടൻ കുറെ നാളുകളായി ചികിത്സയിലും മറ്റു കാര്യങ്ങളിലുമായിരുന്നു. മാത്രമല്ല അഭിനയത്തിൽ നിന്നും അദ്ദേഹം ഒരു ഇടവേള എടുത്തിരിക്കുക കൂടിയായിരുന്നു. എന്നാൽ സിനിമയിലേക്ക് മടങ്ങി വരണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരു മഹാപ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം. അഭിനയത്തിലേക്ക് മടങ്ങി വരണമെന്നും പിന്നെയും സിനിമകൾ ചെയ്യണമെന്നും ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഈ വിയോഗത്തെ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കരുതുന്നുവെങ്കിലും ആ കുടുംബത്തിന് ഇത് എത്രത്തോളം താങ്ങാനാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില വാർത്തകളൊക്കെ ഇപ്പോൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സാധാരണക്കാരിയായ ഒരു ഭാര്യയും അമ്മയും ഒക്കെയാണ് സുനിത. ആ ഭാര്യ എങ്ങനെ ഈ വിയോഗം താങ്ങും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഈ സാഹചര്യത്തിൽ സുനിത ആശുപത്രിയിലാണ് എന്നും സലിം കുമാറിന്റെ ഭാര്യയ്ക്ക് സലിം കുമാറിന്റെ വിയോഗത്തെ തുടർന്ന് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നമുണ്ടായി എന്നും ഒക്കെ പല വ്യാജ വാർത്തകളും എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല. കാരണം കുടുംബം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
ആശുപത്രിയിൽ എത്തി അല്പസമയത്തിനകം അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അസുഖബാധിതനായിരുന്നുവെങ്കിലും പൊതുപരിപാടികളിൽ സലീം കുമാർ പങ്കെടുത്തിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ പറവൂർ മണ്ഡലത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചിരുന്നു. ഒരേ സമയം മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു സലീം കുമാർ. മിമിക്രിയുടെ ലോകത്തു നിന്നും വെള്ളിത്തിരയിലേക്ക് കടന്ന സലീം കുമാർ വാക്ചാതുരി കൊണ്ടും സവിശേഷമായ ശരീരഭാഷ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾക്കാണ് ജീവൻ പകർന്നത്. ഒരേ സമയം മലയാളിയെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരുത്തുറ്റ സ്വഭാവ നടൻ എന്ന നിലയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു സലീം കുമാർ. സലീം അഹമ്മദിന്റെ ആദാമിന്റെ മകൻ അബുവിലെ വൃദ്ധനായ അത്തർ വിൽപ്പനക്കാരന്റെ വേഷം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. അഭിനയത്തിന് പുറമെ ചലച്ചിത്ര സംവിധാനത്തിലും സലീം കുമാർ പ്രതിഭ തെളിയിച്ചു. കറുത്ത ജൂതന് 2016 മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. കമ്പാർട്ട്മെന്റ്, ദൈവമേ കൈതൊഴാം, കേക്കുമാറാകണം എന്നീ ചിത്രങ്ങളും സലീം കുമാർ സംവിധാനം ചെയ്തു. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ ആത്മകഥാപരമായ കുറിപ്പുകളും രചിച്ചു. സുനിതയാണ് ഭാര്യ. ചന്തു, ആരോമൽ എന്നിങ്ങനെ 2 മക്കളാണ്.